PM ശ്രീ വിവാദങ്ങൾക്ക് പിന്നാലെ CPIM ജനറൽ സെക്രട്ടറി MA ബേബിയോട് ക്ഷമ ചോദിച്ച് CPI നേതാവ് പ്രകാശ് ബാബു. PM ശ്രീ വിഷയത്തിൽ MA ബേബി നിസ്സഹായനാണെന്ന് പറഞ്ഞതിലാണ് ക്ഷമാപണം. ബേബിയുമായി ഫോണിൽ സംസാരിച്ചെന്ന് പ്രകാശ് ബാബു റിപ്പോർട്ടറിനോട് പറഞ്ഞു. ബേബി സാനോട് ഇന്നലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ബേബി എടുത്ത മുൻകൈ അതിനെ അഭിനന്ദിച്ചുകൊണ്ടും പ്രശ്നങ്ങൾ തീർക്കുന്നതിൽ ബേബിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ബേബിയായിട്ട് ഇന്നലെ സംസാരിക്കാൻ ബേബിയെ സംബന്ധിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞ വാക്കുകൾ ഏതെങ്കിലും ബേബിക്ക് അത് ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഫീൽ സോറി. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സമരം ചെയ്തതിൽ AIYF-ഉം ഖേദം പ്രകടിപ്പിച്ചിരുന്നു. സമാനതകളില്ലാത്തൊരു മാറ്റം വിദ്യാഭ്യാസ വകുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ശിവൻകുട്ടി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടല്ല ഞങ്ങൾ സമരം ചെയ്തത്, ഞങ്ങൾ ഒരു നിലപാടിനെതിരായിട്ടാണ് സമരം ചെയ്തത്. ആ നിലപാട് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള AIVF-ൻ്റെയും AESF-ൻ്റെയും പ്രഖ്യാപിതമായ നിലപാടാണ്. ഞങ്ങളുടെ സമര രീതികളോ അല്ലെങ്കിൽ ഞങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വ്യക്തിപരമായി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തോട് ഖേദം പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ നിലപാടിനകത്ത് അണുവിട വ്യതിചലിക്കാനോ വെള്ളം ചേർക്കാനോ ഞങ്ങളില്ല. ആ നിലപാടുകൾ എന്നുണ്ടായാലും അത്തരത്തിലുള്ള സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു. റഹീസ് റഷീദ്, ഗുഡ് ഈവനിങ്. മാപ്പ് നൽകൂ മഹാനിധി എന്ന് പറയുന്നുണ്ട്, പക്ഷേ മാപ്പ് സ്വീകരിച്ചിട്ടുണ്ടോ? കാരണം എന്തൊക്കെയാണ് രണ്ടുപേരെയും പറഞ്ഞത്? ഒടുവിൽ പ്രശ്നം തീർക്കാൻ MA ബേബി വരേണ്ടിയും വന്നു. സുജയ, വലിയൊരു രാഷ്ട്രീയ വിവാദം തീർത്തതിന് പിറ്റേ ദിവസം പരാതി പറയൽ, പരിഭവം തീർക്കൽ, ക്ഷമ പറയലൊക്കെയാണ് ഇരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളിൽ തമ്മിൽ നടക്കുന്നത്. അതിലേറ്റവും വലിയ ക്ഷമ CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു CPM-ൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബിയോട് പറഞ്ഞതാണ്. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ബേബി സഖാവിനോട് ക്ഷമ ചോദിക്കുന്നു എന്നാണ് പ്രകാശ് ബാബു പറഞ്ഞത്. അതായത് ഈ തർക്കം വലിയ രൂക്ഷമായി നിൽക്കുന്ന സമയത്ത് D രാജ MA ബേബിയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷെ അതിലൊരു ഒത്തുതീർപ്പ് ഫോർമുലയും ഉണ്ടായില്ല. അതേ തുടർന്നാണ് മാധ്യമങ്ങളോട് പ്രകാശ് ബാബു MA ബേബി നിസ്സഹായ അവസ്ഥയിലാണ് എന്ന കാര്യം പറഞ്ഞത്. അതിനോട് ബേബി വലിയ തോതിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നില്ല. അതിനിടയിലാണ് ഈ വിഷയം തീർക്കാൻ എല്ലാ നടപടികളും ചെയ്തത് MA ബേബിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് ജനയുഗം പത്രത്തിൽ പ്രകാശ് ബാബു ഒരു ലേഖനം എഴുതിയപ്പോൾ ബേബിക്ക് അനുമോദനങ്ങൾ നൽകി. ഒപ്പം ഫോണിൽ വിളിച്ചുകൂടി ക്ഷമ പറഞ്ഞ് ആ പ്രശ്നം അവർ രണ്ടുപേരും പറഞ്ഞു തീർത്തിട്ടുണ്ട്. സുജ.